നമസ്കാരം. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി വിഷയവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയെ സമീപിക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേരുമംഗലത്ത് നിർമ്മിച്ച കെട്ടിടം തകർന്നുവീണ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നെല്ലിമറ്റത്ത് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അഴിമതിയെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് ബാങ്കിന്റെ ഭരണസമിതിയിൽ നിന്നും ഉണ്ടാകുന്നത്. നിരവധി പരാതികൾ കൊടുത്തിട്ടും ഫലം കാണാത്തതിനാണ് വിജിലൻസ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി AK രാജു, UDF കൺവീനർ MS എൽദോസ്, സൈജന്റ് ചാക്കോ, ഗോപി മുട്ടത്ത്, PC ജോർജ്, CJ എൽദോസ്, അഡ്വക്കേറ്റ് PSA കബീർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജയമോൾ ബേബി, ലിസി യാക്കോബ്, ഭാനുമതി രാജു, ഷജീല ജിയാസ്, ജിൻസിയ ബിജു, PR അജി, സണ്ണി കുര്യാക്കോസ്, ഹാൻസി പോൾ, PM സിദ്ദിഖ്, ബെന്നി പോൾ, ബേബി മൂലയിൽ, ബേബി സേവിയർ, ബാബു പോൾ, ജോളി മങ്ങാട്ട്, യൂസഫ് ആരപ്പെട്ടി, ലിനോ തോമസ്, അനൂസ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. എവിടെയെങ്കിലും നിങ്ങൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടോ? കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ തകർന്നു വീണത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ എത്രമാത്രം അഴിമതിയുണ്ട്. 15.5 കോടി എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റ് എടുത്ത ഇതിന്റെ പണി പൂർത്തിയാക്കാൻ 5 കോടിയെങ്കിലും മുടക്കിയായിട്ട് അറിയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ കോടികളുടെ അഴിമതിയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇതേപോലെ വേറൊരു സൊസൈറ്റി ഉണ്ട്, ഊരാളുങ്കൽ സൊസൈറ്റി. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണ്. അവർക്കാണ് ഇന്ന് സർക്കാരിന്റെ ഒട്ടനവധി എല്ലാ കോൺട്രാക്റ്റുകളും ടെൻഡർ ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിലെ എല്ലാ വർക്കുകളും ടെൻഡർ ഇല്ലാതെ കൊടുത്തു. ആ ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്ന വർക്കുകളിൽ കോടികളുടെ ലാഭമാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി പോലും സൊസൈറ്റിയാണോ ഈ മലബാർ കമ്പനി എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അവരുടെ പേരും ഡീറ്റെയിൽസും പുറത്തു വന്ന സ്ഥിതിക്ക് വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായും ഈ കമ്പനിയുടെ എത്രമാത്രം നിലവാരമുണ്ട്, ഏതൊക്കെ വർക്കുകൾ ഇവർ ചെയ്തിട്ടുണ്ട്, ചെയ്ത വർക്കുകളൊക്കെ നിലനിൽക്കുന്നുണ്ടോ എന്നറിയുവാൻ കഴിയും. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇതിന്റെ പിന്നാലെ നിന്നില്ല എങ്കിൽ പോലീസും അന്വേഷണവും ഒക്കെ വെറും പ്രഹസനമായി മാറും. വിജിലൻസ് അന്വേഷണമൊക്കെ പ്രഹസനമായി മാറും. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നില്ല. കാരണം സഹകരണ മേഖലയിലെ ഉദ്യോഗസ്ഥരും ഗവൺമെന്റും ഈ അഴിമതി നടത്തിയവരോടൊപ്പം ഉണ്ട്. കാരണം ഈ അഴിമതിയുടെ ഒരു വിഹിതം കിട്ടേണ്ടവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതുവഴി AKG സെന്ററിലും ഒക്കെ ഇതിന്റെ വിഹിതം ചെല്ലുന്നത് കൊണ്ട് ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത CPM-ന്റെ ഉന്നതരായ നേതാക്കൾക്കുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ സമരം നടത്തിയത് കൊണ്ട് മാത്രം വിജിലൻസ് അന്വേഷണം നടത്തണമെന്നില്ല. കാരണം അവരെ സംരക്ഷിക്കുവാൻ നേതാക്കൾ തന്നെ രംഗത്ത് വരും. നമുക്ക് വേണ്ടി വന്നാൽ കോടതിയിൽ പോകേണ്ടി വരും. കോടതിയിൽ പോകാനും നമ്മൾ തയ്യാറാവണം. നമ്മൾ ഇതിന്റെ പിന്നിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയില്ല. കാരണം ഇവിടെ എത്രയോ പേരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും CPM-കാരുടെ മാത്രം സ്വന്തമല്ല. ഇത് ഇവിടുത്തെ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ചെറുകിട കച്ചവടക്കാരുടെയും ഒക്കെ സ്ഥാപനമായി നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. ഒരു സഹകരണ സ്ഥാപനം എന്ന് പറയുന്നത് സമ്പന്നന്മാർക്ക് വേണ്ടിയുള്ളതല്ല. എപ്പോഴും ഓടിച്ചെന്നാൽ പെട്ടെന്ന് കടമെടുക്കുവാനും ലോൺ എടുക്കുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം സഹകരണ ബാങ്കുകളിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും സഹകരണ ബാങ്കുകളെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ അവിടെ സഹകാരികളായി തുടരുന്നതും ഇപ്പോഴും ഇടപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്നതും. അതേപോലെ തന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെയും കൃഷിക്കാരുടെയും ഡെപ്പോസിറ്റുകൾ വാങ്ങിച്ചാണ് ഇത് നിലനിൽക്കുന്നത്. സമ്പന്നന്മാരുടെ ഡെപ്പോസിറ്റുകൾ വാങ്ങിച്ചല്ല നിലനിൽക്കുന്നത്. അവരെ കുട്ടികളുടെ കല്യാണത്തിന്, കുട്ടികളുടെ പഠനത്തിന്, അങ്ങനെ പെൻഷൻ കിട്ടുമ്പോൾ കിട്ടുന്ന തുക ഇവയെല്ലാം ഇതുപോലുള്ള ബാങ്കുകളിൽ കൊണ്ട് നിക്ഷേപിക്കുമ്പോൾ അതെല്ലാം എടുത്ത് ഇതേപോലുള്ള അഴിമതി നടത്തുവാനുള്ള ലൈസൻസ് ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റിനും ഡയറക്ടറോട് മെമ്പർമാർക്കും സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ആരും നൽകിയിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തിലേക്ക് എത്തിച്ചേരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ നോമ്പ് കാലമായതുകൊണ്ട് ചെറിയ അസൗകര്യം അറിയിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. തുടർ സമരങ്ങളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ ഇനി തുടരേണ്ടി വന്നാൽ അദ്ദേഹം അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് എന്നതുകൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. വിജിലൻസ് അന്വേഷണം നടത്തി
ഇതിന്റെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇന്ന് എക്സ് ബാങ്കിന് നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കുവാൻ മലബാർ കമ്പനിയോട് ഗവൺമെന്റും അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവരും ആവശ്യപ്പെട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണ് ഈ കൊടുംചൂടിൽ പോലും ഈ സമരവുമായി ഇവിടെ സഹകാരികൾ എത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനിയും ഈ സമരം മുന്നോട്ട് പോകുമെന്ന് ഓർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.